നരേന്ദ്രമോദിനെ 5 കൊല്ലം വാഴിക്കില്ല, അതല്ലെങ്കിൽ BJP സർക്കാരിന് 5 കൊല്ലത്തിന് മുമ്പ് എന്നെ താഴെ ഇറക്കും എന്നൊക്കെ രാഹുൽ ഗാന്ധി പറയാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷമായി തോന്നുന്നുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഒരു പതിപ്പായിരുന്നു 6 മാസം മുമ്പ് ഇന്ത്യയുടെ എക്കോണമി തകരുന്നുണ്ട്, നിങ്ങളത് കണ്ടുകൊണ്ടിരുന്നോ, നമ്മൾ പൊട്ടിത്തകരും എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഇന്ത്യയുടെ എക്കോണമി, അതായത് GDP-യിൽ 4ാം സ്ഥാനമുള്ള നമ്മൾ 6ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതൊക്കെ. പക്ഷേ നമ്മുടെ ജിയും കൂട്ടർ ഇപ്പോഴും പറയുന്നത് ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഇന്ത്യയുടെ കുതിപ്പ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് കാണുക ഈ GDP-യിലാണ്. വേറെ കുറേ ഫാക്ടേഴ്സ് അതിനുണ്ടെങ്കിലും ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പ് കാണുക എപ്പോഴും GDP-യിലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴും നമ്മളെ ബെഞ്ച് മാർക്ക് 2011 ബെഞ്ച് മാർക്ക് 2012 ബെഞ്ച് മാർക്ക് വെച്ചിട്ട് നമ്മൾ ഈ ബാക്കിയുള്ള ഈ ഫിനാൻഷ്യൽ ഫേംസിനെ പറ്റിക്കുന്ന പോലെ അല്ല ഇപ്പോഴത്തെ അവസ്ഥ. ആളുകൾ കാര്യങ്ങൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്, ഇന്ത്യക്ക് അടി കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ. നമ്മുടെ ഈ GDP തകർച്ചകളിലും നമ്മുടെ എന്താ പറയുക ക്യാഷിൻ്റെ, നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൻ്റെ മൂല്യ തകർച്ചയെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. ഇന്നലെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മീറ്റിങ്ങിൽ നടന്നിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചർച്ചകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഈ വീഡിയോയിൽ അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് കുരുപൊട്ടി സങ്കടപ്പെട്ട് അല്ലെങ്കിൽ എന്നെ തെറി വിളിക്കാൻ വരുന്ന സംഘികളെ, നിങ്ങളാണ് മോസ്റ്റ് വെൽക്കം ഈ ഒരു വീഡിയോയിൽ. കാരണം നിങ്ങൾ വന്ന് താഴത്ത് കമൻറ്റ് ഇടുമ്പോഴാണ് നിങ്ങളുടെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുക. അപ്പോൾ ആദ്യം നിങ്ങൾ തന്നെ മുന്നോട്ട് കയറി വരണം, ഈ വീഡിയോ കാണണം. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തെറികളിലൂടെ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴത്തെ കമൻറ്റ് ബോക്സിൽ ഇടണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം, കാരണം അത് ചെയ്ത് മാത്രം ശീലമുള്ള ആളുകളാണ് നിങ്ങൾ. എന്നാൽ ഇതിലെ കുറച്ച് പോയിന്റുകൾ നമുക്കൊന്ന് എടുത്ത് നോക്കട്ടോ. ഇതിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയാണ് ആദ്യം നമുക്ക് പറയാനുള്ളത്. കോൺഗ്രസ് ഏറ്റവും ഉന്നത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന വർക്കിംഗ് കമ്മിറ്റി യോഗമാണ് ഇന്ന് നടക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ഈ ഒരു യോഗത്തിൽ സംസാരിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയമായി തകരുന്നുവെന്നും മോദി ഭരണകൂടം രാഷ്ട്രീയമായി മുട്ടുകുത്തിയിരിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ കാണുന്നുണ്ട്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ മാത്രമല്ല, പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു 30% വരുന്ന ജെൻസി യുവത്വം അതിനെ സപ്പോർട്ട് ചെയ്താൽ അതിൻ്റെ കൂടെ നിൽക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതോടുകൂടി തന്നെ നരേന്ദ്രമോദിയുടെ ആ ഒരു മൂടി കുറഞ്ഞു എന്നുള്ളത് സത്യമാണ്. അതിപ്പോൾ ലോകരാജ്യങ്ങൾ കളിയാക്കി തുടങ്ങിയിട്ടുണ്ട്. ലോകരാജ്യങ്ങളല്ല, ലോകത്തെ മറ്റ് പല രാജ്യങ്ങളിലെ വാർത്താ മീഡിയ ചാനലുകൾ വരെ മോദിയിട്ട് ഊക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് ഇപ്പം വളരെ സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇത് കാണുന്ന സംഘികൾ ഇവർ അത് കോൺഗ്രസ് അതല്ലെങ്കിൽ സോറസിൻ്റെ ഫണ്ട് ഇറക്കിയിട്ടതൊക്കെ പറയട്ടെ, അവരുടെ ഒരു സമാധാനത്തിന് നമുക്കതല്ലേ പറയാൻ പറ്റുള്ളൂ. ഏതാണെങ്കിലും പാർലമെൻറ്റിൽ വരാൻ പേടിക്കുന്ന, പാർലമെൻറ്റിൻ്റെ അകത്ത് പോലും വരാൻ പേടിക്കുന്ന, അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് നേരിട്ട് സംസാരിക്കാൻ പേടിക്കുന്ന, റീല് വെച്ച് വിദ്യാർത്ഥികളെ വീഴ്ത്താമെന്ന് പേടിക്കുന്ന നരേന്ദ്രമോദിയും അമിറ്റോ ഉള്ള രാജ്യത്താണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നതും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. ഈ സർക്കാർ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കില്ല, പകുതി വഴിയിൽ വീഴുമെന്നും രാഹുൽ ഗാന്ധി യോഗത്തിൽ തൻ്റെ നേതാക്കളോട് സംസാരിച്ചു. അതാണ് രാഹുൽ ഗാന്ധി കുറച്ച് കാലങ്ങളായിട്ട് പറഞ്ഞത്. രാഹുൽ ഗാന്ധി മാത്രമല്ല, പല രാഷ്ട്രീയ വിദഗ്ധരും ഈ കാര്യങ്ങൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നമ്മൾ ഗോദി മീഡിയകളിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും കാണുന്നതല്ല. കാരണം അതൊക്കെ ചത്തു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ 1.5 വർഷമായിട്ട്. അത് ചാവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥ പിക്ചർ നമ്മുടെയൊക്കെ മുമ്പിലോട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതും. ഈവൻ ജെൻസി പോലും യഥാർത്ഥ അവസ്ഥ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ അനുഭവങ്ങളിൽ നിന്നും. പിന്നെ ഈ ഗോദി മീഡിയ ഈ പറഞ്ഞ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും പിന്നെ സംഘ സൈബർ ഒളികളുടെ വീഡിയോസ് മാറ്റി നിർത്തിയ ആളുകൾ ചിന്തിച്ച് തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പേടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുന്നത് ഇന്നത്തെ തീവ്ര ദേശീയതയുടെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് വളരെ റിസ്കി ആയതും എന്നാൽ ധീരവുമായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്നത്തെ തീവ്ര ദേശീയത കപട ദേശീയത കൊണ്ട് നടക്കുന്നവരാണ് സംഘ തീവ്രവാദികൾ. അപ്പോൾ അങ്ങനെ തന്നെ പറയാൻ പറ്റും. സംഘികളെ തീവ്രവാദികൾ നമുക്ക് പച്ചക്ക് പറയാൻ പറ്റും. രാജ്യത്തെ ഏറ്റവും വലിയ തീവ്രവാദം മുസ്ലിം തീവ്രവാദമോ ക്രിസ്ത്യൻ തീവ്രവാദമോ അല്ല, സംഘ തീവ്രവാദമാണ്. കാരണം അവരുടെ എണ്ണമാണ് കൂടുതൽ. രാജ്യത്ത് പല ഭാഗത്ത് പല രീതിയിലുള്ള ആളുകളെ അടിച്ചിട്ടും കൊന്നിട്ടും വിദ്വേഷം പരത്തിയിട്ടും രാജ്യദ്രോഹങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടും പാകിസ്ഥാൻ ചാര സംഘടനകൾക്ക് ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന നമ്പേഴ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംഘ തീവ്രവാദികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് സംഘ തീവ്രവാദികളെ നമ്മൾ സംഘ രാജ്യദ്രോഹികൾ എന്ന് തന്നെ പറയും. അത് വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണെന്ന് മാത്രം. പിന്നെ ഈ മീറ്റിംഗിൽ മറ്റൊരു കാര്യം പറഞ്ഞത് ഈ വന്ദേമാതരത്തിൻ്റെ പ്രശ്നമായിരുന്നല്ലോ. വന്ദേമാതരം കഴിഞ്ഞ കോൺഗ്രസിൻ്റെ AICC ഓഫീസിൽ മൊത്തത്തിൽ പാടി എന്നുള്ളൊരു പ്രശ്നമാണ്. അതിൻ്റെ ഇടയിൽ സോണിയാഗാന്ധി സ്റ്റോപ്പ് ചെയ്യാൻ ട്രൈ ചെയ്തു, അല്ലെങ്കിൽ ഖാർഗെ അത് നിർത്താനുള്ള ആക്ഷൻസ് കാണിച്ചു. രാഹുൽ ഗാന്ധി മുഖം ചുളിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾ ദേശീയ ഗാനത്തെ ഇത്രയൊക്കെ പുച്ഛിക്കുന്നത്, അല്ലെങ്കിൽ വന്ദേമാതരത്തെ പുച്ഛിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് BJP നേതാക്കൾ ഭയങ്കരമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്ത് പറ്റിക്കഴിഞ്ഞാലും അതിനുള്ള തീരുമാനങ്ങൾ, അല്ലെങ്കിൽ അവിടെ നടന്ന കാര്യം എന്താണെന്ന് അന്വേഷിക്കുമെന്നും, അതുമാത്രമല്ല വന്ദേമാതരത്തിലെ തർക്കം 1937 പ്രമേയം തന്നെ ഞങ്ങൾ ഇനി മുന്നോട്ട് പാസ്സാക്കുമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിന ചടങ്ങിൽ വന്ദേമാതരം ആലപിച്ചതുമായിട്ട് ബന്ധപ്പെട്ട BJP നേതാക്കൾക്കെതിരെയാണ് ഈ ഒരു വലിയ രാഷ്ട്രീയ വിമർശനം ഇപ്പം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. കാരണം
ഇതിന് മറുപടിയായിട്ട് 1937 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പാസ്സാക്കിയിട്ടുള്ള പ്രമേയം തന്നെയാണ് തുടരുന്നതിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. രവീന്ദ്രനാഥ് ടാഗോർ, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, മൗലാന അബ്ദുൽ കലാം തുടങ്ങിയിട്ടുള്ള ചരിത്ര പുരുഷന്മാരുടെ തീരുമാനപ്രകാരമാണ് വന്ദേ മാതരം ആദ്യത്തെ 2 ചരണങ്ങൾ മതി എന്ന് പറഞ്ഞതും കഴിഞ്ഞ 79 വർഷങ്ങളായിട്ട് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അപ്പം അത് കോൺഗ്രസ് ഇനി അത് തന്നെയാണ് കോൺഗ്രസിന് തീരുമാനം. ഇതിൽ ഇനി ഒരു മാറ്റങ്ങളോ അല്ലെങ്കിൽ മുമ്പുണ്ടായിട്ടുള്ള സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ആര് അതിൻ്റെ ഇടയിൽ കൂടെ എന്ത് കടത്താൻ ശ്രമിച്ചാലും അത് ഇനി ശക്തമായിട്ട് നേരിടും എന്നുള്ള തീരുമാനം കൂടെ പറഞ്ഞിട്ടുണ്ട്. 1896 മുതൽ സ്വാതന്ത്ര്യ സമര കാലത്ത് ഉടനീളം കോൺഗ്രസ് പ്രവർത്തകർ വന്ദേ മാതരം ആലപിച്ചിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ ദിനത്തിൽ പങ്കാളികരാവാത്ത BJP-ക്കാർക്ക് ദേശസ്നേഹം ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ളൊരു സ്ട്രോങ് മെസ്സേജും കൂടെ കോൺഗ്രസ് ഇതിന് തിരിച്ചടിച്ചിട്ടുണ്ട്. ഇനി BJP-യുടെ വിമർശനം നമ്മൾ കണ്ടു. വന്ദേ മാതരത്തിൻ്റെ ഭാഗമായിട്ട് BJP-യുടെ വിമർശനങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ട്. പക്ഷേ 2025 വരെ ഈ വന്ദേ മാതരത്തിൻ്റെ സെക്കൻഡ് സ്റ്റാൻഡ്സ് കാണാത്തവരൊന്നല്ല BJP എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. 2014 മുതൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP-ക്ക് ഇതിന് മുമ്പ് കേവല ഭൂരിപക്ഷം കയ്യിലുണ്ടായിരുന്ന 2 ടേമിലും ഇത് കൊണ്ടുവരാമായിരുന്നു. അന്ന് കൊണ്ടുവന്നിട്ടില്ല. അന്ന് എന്തോ അവർക്ക് ചിലപ്പം രണ്ടാമത്തെ സ്റ്റാൻഡ്സിലെ ദുർഗയും ദേവിയും ഒന്നും അമ്മയായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പോഴാണ് അവർക്ക് ഇവരൊക്കെ അമ്മയായിട്ട് കാണണം, ഇവരെ അല്ലെങ്കിൽ ഈ പാട്ടിൻ്റെ സെക്കൻഡ് സ്റ്റാൻഡ്സ് പാടാത്തവർ അമ്മ ഇല്ലാത്തവരാന്നൊക്കെയുള്ള ചിന്ത വന്നത്. അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ കപടത. അല്ലെങ്കിൽ ഇത് അവർ കഴിഞ്ഞ 2047 മുതൽ 2037 മുതലാണല്ലോ ഇതിൻ്റെ 2 സ്റ്റാൻഡ്സ് കോൺഗ്രസ് കമ്മിറ്റി. അതുപോട്ടെ 2047 മുതൽ ഇന്ത്യയുടെ ഈ പറഞ്ഞ ദേശീയ ഗാനമായിട്ട് ഇതിങ്ങനെ വരുന്ന സമയത്ത് 2 സ്റ്റാൻഡ്സ് മതി, സെക്കൻഡ് സ്റ്റാൻഡ്സ് വേണ്ട. ഇതിന് മുമ്പ് അവർ ഭരിച്ച കാലങ്ങളുണ്ടായിരുന്നു. അന്നൊന്നും അവർക്കത് പ്രശ്നമില്ല. അന്ന് അവർക്ക് അമ്മ പ്രശ്നമില്ല, അന്ന് അവർക്ക് വന്ദേ മാതരം പ്രശ്നമില്ല, അന്ന് അവർക്ക് ദുർഗയും ദേവിയും ഒന്നും പ്രശ്നമില്ല. 2014 മുതൽ 2026 വരെ പറഞ്ഞ പ്രശ്നമില്ല. 2026 പെട്ടെന്ന് സടകുടഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മനെ നിങ്ങൾ പറയുന്നു, എൻ്റെ ഭാരത് മാതാവിനെ നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ള സങ്കടം ആദ്യമായിട്ട് വന്നതാണ്. അവിടെ തന്നെ അവരുടെ കപടത വ്യക്തമായി കഴിഞ്ഞു. എന്തൊക്കെ അവന്മാർ ഇവിടെ വന്ന് ഛർദ്ദിച്ച് തുപ്പിക്കഴിഞ്ഞാലും അവർക്ക് 2019 കേവല ഭൂരിപക്ഷത്തിൻ്റെ 300-ന്റെ മേലെയും ഈ പറഞ്ഞ 360-ന്റെ മേലെ സീറ്റുകൾ ഉണ്ടായിട്ട് പോലും അന്ന് ഇവരിത് കൊണ്ടുവന്നിട്ടില്ല. അപ്പം ഓരോ സമയത്ത് ഓരോ അജണ്ടകൾ രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കുക, രാജ്യത്തെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികളെ തമ്മിൽ അടുപ്പിച്ച് ഭരിക്കാനുള്ള ഓരോ പരിപാടികൾ ചെയ്യും. 2024 മുമ്പ് അയോധ്യയായിരുന്നു. അയോധ്യയിൽ വമ്പൻ പൊട്ടൽ പൊട്ടി. 2026 ആയപ്പോൾ CJP സമരങ്ങൾ വന്നു. 2026 ആയപ്പം അയോധ്യയിലെ കള്ള കണക്കുകൾ പുറത്തു വന്നു, കള്ള തെമ്മാടികൾ ഓരോന്നായിട്ട് പുറത്തു വന്നപ്പം ഇനി ഈ ആൾക്കാരെ തമ്മിലടുപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു സാധനം വന്ദേ മാതരത്തിലെ ഈ പറഞ്ഞ ദുർഗയും ദേവിയൊക്കെയാണ് അവർ തീരുമാനിച്ചു. അതവർ മുന്നോട്ട് കൊണ്ടിട്ടു. അപ്പം അതാണ് കാര്യം. അതല്ലാണ്ട് ഇതിൽ രാജ്യസ്നേഹമല്ല, കപട രാജ്യദ്രോഹികളാണ് ഇവന്മാർ എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ മീറ്റിങ്ങിൽ മറ്റു പറഞ്ഞിട്ടുള്ള കാര്യം പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കൽ ആണ് മെയിനായിട്ട് ഇപ്പം BJP സർക്കാർ ശ്രമിക്കുന്നത്. രാജ്യത്തെ പ്രശ്നങ്ങൾ മറച്ചു വെക്കാൻ അതിലോട്ടുള്ള ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പല ബില്ലുകൾ കൊണ്ടുവരും. ഈ ഒരു പ്രാവശ്യത്തെ സെഷൻ, അതായത് പാർലമെൻറ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തായിരുന്നു പരിപാടി? TMC മൊത്തം പിടിക്കുക, DMK-നെ മൊത്തം പിടിക്കുക, അങ്ങനെ 362 സീറ്റ് ക്രോസ് ചെയ്യുക. അതോടുകൂടി നമ്മൾ ഈ പറഞ്ഞ പോലത്തെ മണ്ഡല പുനർക്രമീകരണം, അതായത് സ്ത്രീ സംവരണത്തിൻ്റെ പേരിൽ മണ്ഡല പുനർക്രമീകരണം നടത്താമെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി ഞങ്ങൾ അടിക്കുമിടാം എന്നുള്ള ചിന്തയോട് കൂടിയിട്ടായിരുന്നു അമിത്ഷാ വന്നിരുന്നത്. അതിൻ്റെ മുമ്പായിട്ടാണ് CJP-യുടെ സമരം അവിടെ പൊട്ടിപ്പുറപ്പെട്ടു. അതിൻ്റെ മുമ്പ് അയോധ്യയിലെ പ്രശ്നങ്ങളായിട്ട് വന്നു, നടന്നില്ല. ഈവൻ ഇങ്ങോട്ട് ചാടാൻ നിന്ന കള്ളക്കൂട്ടങ്ങൾ, TMC-യിലെ കള്ള പരീക്ഷകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അല്ലെങ്കിൽ DMK കണ്ണടച്ചിപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷന് തൊലി ഊരും എന്നുള്ള ചിന്താഗതി ഇവർക്ക് വന്നു. അതോടുകൂടി അമിത്ഷായുടെ പ്ലാൻ അവിടെ തകർന്നു വീഴുക ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അമിത്ഷാക്ക് പാർലമെന്റിലോട്ട് പോലും വരാൻ പറ്റാത്ത അവസ്ഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഖ്യ അല്ലാത്തവർക്ക് കാണാൻ പറ്റും. കോൺഗ്രസ് വിട്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിട്, അതല്ലാത്ത നിഷ്പക്ഷമായിട്ട് കാണുന്ന വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റും. സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതല്ലായിരുന്നോ എല്ലാം കിട്ടി, ഞങ്ങളിത് പാസ്സാക്കാൻ പോകണമല്ല, എവിടെയും പാസ്സായില്ല. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. രാജ്യത്തെ ജനങ്ങളുടെ, വിദ്യാർത്ഥികളുടെ, യുവാക്കളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ കോൺഗ്രസ്, നമുക്കറിയാം ഈ CJP സമരം തുടങ്ങുന്നതിന് മുന്നേ രാഹുൽ ഗാന്ധി കോട്ടയിലും അവിടെ ഇവിടെയൊക്കെ വലിയ പ്രക്ഷോഭങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ നീറ്റിൻ്റെ പ്രശ്നത്തിൽ. അപ്പോൾ കോൺഗ്രസ് അതിൻ്റെ പിന്നിൽ തന്നെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇതിൻ്റെ പിന്നിൽ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളും പരീക്ഷാ ചോർച്ചകളും തൊഴിലില്ലായ്മ, ഉന്നത വിദ്യാഭ്യാസ മേഖല ക്രമക്കേടുകൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതിനെതിരെ കോൺഗ്രസ് ചോദ്യം ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് ഇതുപോലെ പോവുകയാണെങ്കിൽ പ്രധാനമന്ത്രി പടി ഇറങ്ങേണ്ടി വരും എന്നാണ് കോൺഗ്രസ് കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമുക്ക് കണ്ടറിയാം. ഞാൻ പറഞ്ഞ പോലെ ഗോദി മീഡിയ ചത്തു, BJP IT സെല്ല് ചത്തു, തലവന്മാരുടെ ഓരോന്നിൻ്റെ തല കൊഴുത് മറ്റോടത്തേക്ക് മാറ്റി പുതിയ ആളുകളെ നിയമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ പദ്ധതികളും പുതിയ തീരുമാനങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം എവിടെ എത്തും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം എന്നുള്ളത്, എവിടെ എത്തും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം.
സംഘികളെ നിങ്ങളും വീഡിയോ നിങ്ങളുടെ തെറികൾ ഒക്കെ വന്ന് വിളിക്കുക, പറയുക, ചെയ്യുക, നോക്കട്ടെ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ കുരു പൊട്ടുന്നുണ്ട് നമുക്ക് നോക്കാം. അപ്പം മറ്റുള്ള ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് താഴത്ത് കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.